നമസ്കാരം. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ ക്രിസ്തുവിലെ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹസ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴയ കഥയിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. അതെ, യോസേഫിന്റെ കഥയുടെ തുടക്കം. അതെ, യോസേഫ് എന്ന ചെറുപ്പക്കാരൻ, അവന്റെ സഹോദരന്മാർ, സ്വപ്നങ്ങൾ, പിന്നെ ഒരുപാട് അസ്വാരസ്യങ്ങൾ. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ കുടുംബ വഴക്കിന്റെ കഥ പോലെ തോന്നാം. ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അസൂയ, പക്ഷപാതം, വഞ്ചന, പിന്നെ ദൈവത്തിന്റെ ഇടപെടലും. അതാണ് പ്രധാനം. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ഈ വിവരണം അതിന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ അധ്യായത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക, അതിലെ ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നതാണ്. അതെ, ശരി. അപ്പൊ തുടങ്ങാം. കഥയുടെ പശ്ചാത്തലം. നമ്മൾ യാക്കോബിന്റെ കുടുംബത്തിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹെബ്രോണിൽ താമസിക്കുന്ന യാക്കോബ്, 12 മക്കൾ. അതെ, അതിൽ റാഹേലിന്റെ മകനായ യോസേഫ്, 17 വയസ്സുകാരൻ. കാണാൻ ഭംഗിയുള്ളവൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം യാക്കോബിന് യോസേഫിനോടുള്ള ആ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതെ, വാർദ്ധക്യത്തിലുണ്ടായ മകൻ എന്നൊരു കാരണമുണ്ട്. പ്രിയപ്പെട്ട ഭാര്യ റാഹേലിന്റെ ഓർമ്മ. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ യാക്കോബ് അവനൊരു വർണ്ണാങ്കി കൊടുക്കുന്നുണ്ട്. പല നിറങ്ങളുള്ള ഒരു പ്രത്യേക മേലങ്കി. അതൊരു സാധാരണ ഡ്രസ്സായിരുന്നില്ല, അല്ലേ? അല്ല, അതൊരു ഒരു സ്റ്റാറ്റസ് സിംബൽ പോലെ. പിതാവിന്റെ ഒരു പ്രത്യേക പരിഗണന, ഒരു പക്ഷേ ഭാവി നേതൃത്വത്തിന്റെ സൂചന. ഇത് മറ്റുള്ള സഹോദരങ്ങൾക്ക്, ലേയയുടെയും ദാസിമാരുടെയും മക്കൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികം. അവർക്ക് യോസേഫിനോട് കടുത്ത അസൂയ തോന്നിത്തുടങ്ങി, ദേഷ്യവും. ആ തീയിലേക്ക് എണ്ണയൊഴിക്കുന്ന പോലെയായി യോസേഫിന്റെ ചില പ്രവൃത്തികളും. അതെ, സഹോദരന്മാരുടെ ജോലിയെക്കുറിച്ചും മറ്റും അപ്പനോട് പോയി റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടെ അവരുടെ വെറുപ്പ് കൂടി. യോസേഫിനെ ഒരു ചാരനായി പോലും അവർ കണ്ടുകാണും. അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യോസേഫ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ആദ്യത്തെ സ്വപ്നം, വയലിലെ കറ്റകൾ. ഓർക്കുന്നുണ്ട്. യോസേഫിന്റെ കറ്റ നിവർന്നു നിന്നു. ബാക്കി 11 കറ്റകളും വന്ന് അതിനെ വണങ്ങി. ഇത് കേട്ടപ്പോൾ സഹോദരന്മാരുടെ ദേഷ്യം അത് ഇരട്ടിച്ചു. ഓഹോ, നീ ഞങ്ങളെ ഭരിക്കാൻ പോവാണോ എന്നായി ചോദ്യം. അതിന്റെ പിന്നാലെ വന്നു അടുത്ത സ്വപ്നം. അത് ഇതിലും വലുതായിരുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. അതെ, അവരെല്ലാം യോസേഫിനെ വണങ്ങുന്നു. ഇത് കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണല്ലോ. സൂര്യൻ പിതാവ്, ചന്ദ്രൻ അമ്മ, നക്ഷത്രങ്ങൾ സഹോദരങ്ങൾ. അങ്ങനെയാണ് അവർ വ്യാഖ്യാനിച്ചത്. ഇവിടെ യാക്കോബിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. അദ്ദേഹം യോസേഫിനെ ഒന്ന് ശാസിക്കുന്നുണ്ട്. ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ വണങ്ങണമെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ആ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചു എന്നും പറയുന്നു. ഒരു പിതാവിന്റെ ആശങ്കയും, ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ചിന്തയും. എന്നാൽ സഹോദരങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചത്. അവരുടെ അസൂയയും ദേഷ്യവും അതിന്റെ പാരമ്യത്തിലെത്തി. ഇവിടെ ഒരു ചോദ്യം വരാം. ഈ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ പോലും യോസേഫ് അത് പങ്കുവച്ച രീതി ശരിയാണോ? ഒരു 17 വയസ്സുകാരന്റെ പക്വതക്കുറവാണോ, അതോ ചെറിയൊരു അഹങ്കാരം? നല്ല ചോദ്യമാണ്. ഒരു പക്ഷേ കുറച്ചുകൂടി വിവേകം കാണിക്കാമായിരുന്നു. ദൈവീക വെളിപാടുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ടല്ലോ. ശരിയാണ്. എന്നാൽ സഹോദരങ്ങളുടെ പ്രതികരണം അതും ന്യായീകരിക്കാൻ പറ്റില്ല. തീർച്ചയായും അവരുടെ ഹൃദയത്തിലെ അസൂയ അത്ര വലുതായിരുന്നു. ഈ സ്വപ്നങ്ങൾ ഒരു കാരണം മാത്രമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബ് ഒരു ദിവസം യോസേഫിനെ വിളിക്കുന്നത്. സഹോദരന്മാർ ദോഥാനിൽ ആടുമേയ്ക്കുന്നുണ്ട്. നീ ഒന്ന് പോയി അവർക്ക് സുഖമാണോന്നൊക്കെ നോക്കിട്ട് വാ. അപ്പന്റെ വാക്ക് കേട്ട് യോസേഫ് യാത്രയായി, വർണ്ണാങ്കിയൊക്കെ ധരിച്ച്. സഹോദരങ്ങൾ ദൂരെ നിന്ന് അവനെ കണ്ടു. ആ അങ്കി കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഗൂഢാലോചന തുടങ്ങി. അതാ വരുന്നു സ്വപ്നക്കാരൻ. ഇവനെ കൊന്ന് ഏതെങ്കിലും പൊട്ടക്കിണറ്റിലിടാം. അപ്പനോടൊരു മൃഗം പിടിച്ചെന്ന് പറയാം. പിന്നെ അവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാലോ. അവരുടെ വാക്കുകളിൽ ആ പുച്ഛവും വെറുപ്പും അത് വ്യക്തമാണ്. ഇവിടെയാണ് റൂബൻ, മൂത്ത സഹോദരൻ, ഇടപെടുന്നത്. അതെ, അവൻ അവരെ നേരിട്ട് കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. വേണ്ട, രക്തം ചിന്തണ്ട, അവനെ ഈ കിണറ്റിലിടാം. അവന്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നായിരുന്നു. പിന്നീട് വന്ന് രക്ഷിക്കാമെന്നായിരുന്നു പ്ലാൻ. ഒരു ദുർബലമായ ശ്രമം. പൂർണ്ണമായി എതിർക്കാനോ യോസേഫിനെ സംരക്ഷിക്കാനോ അവന് കഴിഞ്ഞില്ല. ഒരു ഒത്തുതീർപ്പ് പോലെ. പക്ഷെ കാര്യങ്ങൾ അവന്റെ കയ്യിൽ നിന്നില്ല. യോസേഫ് അടുത്തെത്തിയപ്പോൾ അവർ ആദ്യം ചെയ്തത് അങ്കി ഊരിയെടുത്തു. അതെ, ആ അസൂയയുടെ കാരണം.
എന്നിട്ട് അവനെ അവിടെയുണ്ടായിരുന്നൊരു വെള്ളമില്ലാത്ത പൊട്ടക്കിണത്തിലേക്ക് തള്ളി. എന്നിട്ടോ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓർക്കുമ്പോ തന്നെ സ്വന്തം സഹോദരനെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നു. മനുഷ്യന്റെ നിസ്സംഗതയുടെയും ക്രൂരതയുടെയും ഒരു ചിത്രം. അപ്പോഴാണ് കഥ വീണ്ടും മാറുന്നത്. അതുവഴിയൊരു കച്ചവട സംഘം വരുന്നത് കണ്ടു. മിഥ്യാന്യർ അല്ലെങ്കിൽ ഇശ്മായേല്യർ. ഗിലിയാദിൽ നിന്ന് ഈജിപ്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുമായി പോകുന്നവർ. അപ്പോ യൂദ, നാലാമത്തെ ആള്, ഒരു പുതിയ ഐഡിയ പറഞ്ഞു. എന്തായിരുന്നു അത്? ഇവനെ കൊന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? രക്തക്കറ പുരളുകയും ചെയ്യും. അതിലും ഭേദം ഇവനെ ഈ കച്ചവടക്കാർക്ക് വിൽക്കുന്നതല്ലേ. കുറച്ചു കാശും കിട്ടും, കയ്യില് രക്തവും പുരളില്ല. അവൻ നമ്മുടെ സഹോദരനുമാണല്ലോ. എന്തൊരു ചിന്താഗതി! ദുരന്തമെന്ന് പറയട്ടെ, ബാക്കിയുള്ളവർക്കത് ഇഷ്ടമായി. റൂബന്റെ പ്ലാൻ അതോടെ പൊളിഞ്ഞു. അവർ യോസേഫിനെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി എന്നിട്ട് ആ കച്ചവടക്കാർക്ക് വിറ്റു. 20 വെള്ളിക്കാശിന്. ഒരടിമയുടെ വില. അവർ അവനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. സ്വന്തം സഹോദരനെ അടിമയായി വിറ്റു. റൂബൻ തിരിച്ചു വന്നപ്പോൾ കിണറ്റിൽ യോസേഫിനെ കാണുന്നില്ല. അവൻ വസ്ത്രം കീറി വിലപിച്ചു. കുട്ടിയില്ലല്ലോ, ഞാൻ എങ്ങോട്ടു പോകും? പക്ഷേ വൈകിപ്പോയിരുന്നു. ഇനി യാക്കോബിനെ എങ്ങനെ വിശ്വസിപ്പിക്കും? അതായി അടുത്ത ചിന്ത. അവ ഒരു ആട്ടിൻകുട്ടിയെ കൊന്നു. യോസേഫിന്റെ ആ വർണ്ണാങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. എന്നിട്ടത് അപ്പന്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് മകന്റെ അങ്കിയാണോന്ന് നോക്കൂ. എന്ത് നാടകീയത! യാക്കോബ് അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ദുഃഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ മകന്റെ അങ്കി! ഒരു ദുഷ്ടമൃഗം അവനെ കീറിക്കളഞ്ഞു. അദ്ദേഹം വസ്ത്രം കീറി രട്ടൊടുത്തു. ദിവസങ്ങളോളം കരഞ്ഞു. ആര് സമാധാനിപ്പിച്ചിട്ടും കേട്ടില്ല. ഞാൻ എന്റെ മകന്റെ അടുത്തേക്ക്, പാതാളത്തിലേക്ക് ദുഃഖത്തോടെ ഇറങ്ങിച്ചെല്ലുമെന്ന് വരെ പറഞ്ഞു. അഗാധമായ വേദന. അതേസമയം മക്കളാ രഹസ്യം സൂക്ഷിച്ചു ജീവിക്കുന്നു. അപ്പുറത്ത് യോസേഫ് ഈജിപ്തിലെത്തി. ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോത്തീഫർ അവനെ അടിമയായി വാങ്ങി. കഥയുടെ ഈ ഭാഗം വലിയൊരു അനിശ്ചിതത്വത്തിലും സങ്കടത്തിലുമാണ് അവസാനിക്കുന്നത്. ശരിയാണ്. ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യാക്കോബിന്റെ പക്ഷപാതം അതൊരു പ്രധാന പ്രശ്നമായിരുന്നില്ലേ? തീർച്ചയായും. സ്നേഹം നല്ലതാണ്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി. അതിൽ പക്ഷപാതമുണ്ടായാൽ അത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അസൂയയ്ക്കും വിദ്വേഷത്തിനും കാരണമാകും. നിങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ കാണിക്കുന്ന ചെറിയ വർണ്ണാങ്കികൾ പോലും പ്രശ്നമാവാറില്ലേ? ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും. ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ബന്ധങ്ങളെ വല്ലാതെ ബാധിക്കും. അതുപോലെ സഹോദരങ്ങളുടെ അസൂയ, അതൊരു ചെറിയ തോന്നലിൽ തുടങ്ങി കൊലപാതക ചിന്തയിലേക്കും വഞ്ചനയിലേക്കും എത്തിച്ചു. അസൂയയെ നിസ്സാരമായി കാണരുത്. ശരിയാണ്. അത് നമ്മെ തന്നെ നശിപ്പിക്കുന്ന ഒരു കുഴിയാണ്. പിന്നെ യോസേഫിന്റെ സ്വപ്നങ്ങൾ നേത്തോടെ കൈകാര്യം ചെയ്യണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. രൂബന്റെയും യൂദായുടെയും കാര്യം ചിന്തിക്കണം. രൂബൻ നല്ലത് വിചാരിച്ചു, പക്ഷേ ധൈര്യമില്ലാതെ പകുതി മനസ്സോടെ പ്രവർത്തിച്ചു. യൂദായുടെ പ്രായോഗിക ബുദ്ധിയെന്ന് തോന്നുന്ന കച്ചവട മനോഭാവം. അതെ, നമ്മുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം, ഇത്രയധികം മാനുഷികമായ തെറ്റുകൾ, വഞ്ചന, ഇതിനെല്ലാം നടുവിൽ ഒരു വലിയ പദ്ധതി നടക്കുന്നുണ്ടായിരുന്നു. അതെ, സഹോദരങ്ങൾ ചെയ്തത് തിന്മയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ദൈവം ആ തിന്മയെപ്പോലും തന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിച്ചു. യോസേഫിനെ ഈജിപ്തിലെത്തിക്കാനുള്ള വഴി ഒരുപക്ഷെ ഇതായിരുന്നു. അതായത് ആ പൊട്ടക്കിണർ ഒരു അവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയതായി തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവാം. ജോലി നഷ്ടം, ബന്ധങ്ങളിലെ തകർച്ച, ഒറ്റപ്പെടൽ, വിശ്വാസവഞ്ചന. അത്തരം അനുഭവങ്ങൾ വല്ലാതെ തളർത്തും. പക്ഷേ യോസേഫിന്റെ കഥ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അത്തരം താഴ്ചകളിൽ നിന്നായിരിക്കാം ദൈവം നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അടിമത്തം പോലും ഒരു പരിശീലനമായി മാറാം. അതെ, ആ ഇശ്മായേല്യ കച്ചവടക്കാർ, അതായത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അവ ഒരുപക്ഷെ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നവരാകാം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുക. പ്ലാനുകൾ തെറ്റാം. യാക്കോബിനെ പോലെ കഴിഞ്ഞ പോലെ നഷ്ടങ്ങളെ ഓർത്ത് വിലപിച്ചിരിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു ദൈവീക പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ കഥ നമ്മെ സഹായിക്കും. സഹോദരങ്ങളുടെ വഞ്ചന പോലും അവസാനം ഒരു ജനതയുടെ യക്ഷയ്ക്ക് കാരണമായി. പൊട്ടക്കിണറുകൾ കൊട്ടാരങ്ങളിലേക്കുള്ള വഴിയാകാം എന്നത് അതൊരു വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. അതെ,
നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തിന് അതിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. ഈ ചിന്തകളോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീർച്ചയായും. സ്വർഗീയ പിതാവേ, ആഴങ്ങളിലും നിശബ്ദതയിലും അങ്ങ് സ്വപ്നം കാണുന്നവനാണല്ലോ. ഇഷ്ടപ്പെട്ടവരെ വർണ്ണാങ്കി അണിയിക്കുകയും എന്നാൽ മുറിവേറ്റവരെ അവരുടെ വേദനകളിൽ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ദൈവമേ, ദോഥാന്റെ പൊടിയിൽ നിന്ന് അങ്ങയുടെ പദ്ധതികളുടെ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പക്ഷപാതങ്ങളെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു പിതാവേ. മറ്റുള്ളവരിൽ അസൂയുണർത്തുന്ന അങ്കികൾ ഞങ്ങൾ അണിയിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. അഹങ്കാരത്തോടെ ഞങ്ങൾ പങ്കുവെക്കുന്ന സ്വപ്നങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് നൽകണമേ. ഞങ്ങൾ മറ്റുള്ളവർക്കായി ഒരുക്കുന്ന കുഴികളെയും വെള്ളിക്കാശിനു വേണ്ടി ആത്മാക്കളെ വിൽക്കുന്ന ഞങ്ങളുടെ മൗനങ്ങളെയും അങ്ങയുടെ വഴികൾ കാണാതെ ഭൂതകാലത്തിൽ തങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ വിലാപങ്ങളെയും ഓർത്ത് മാപ്പു നൽകണമേ. യോസേഫിന്റെ യാത്രയ്ക്ക് നന്ദി. വർണ്ണാങ്കിയിൽ നിന്ന് കാരാഗൃഹത്തിലേക്കും കട്ടയിൽ നിന്ന് ചെങ്കോലിലേക്കും പ്രതിസന്ധികൾ അങ്ങയുടെ പദ്ധതിയിലെ ഇടവേളകൾ മാത്രമാണെന്നത് തെളിയിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ കിണറുകളിൽ അത് കുടുംബവഴക്കുകളാകാം, തകർന്ന സ്വപ്നങ്ങളാകാം, നഷ്ടങ്ങളാകാം, അങ്ങ് ഇറങ്ങിവന്ന് ഞങ്ങളെ വിടുവിക്കണമേ. മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമാകാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും ദൈവിക ദർശനങ്ങളെ വിനയത്തോടെ സൂക്ഷിക്കുവാനും പ്രതിസന്ധിയുടെ നടുവിലും അങ്ങയുടെ കരങ്ങളെ കാണുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കീറിയ അങ്കികളിൽ നിന്നും തകർന്ന ബന്ധങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരങ്ങളെയല്ല, ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയുടെ പരമാധികാര വഴികളിൽ സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് അനുവദിക്കാതെ ഒരു സ്വപ്നവും അന്ധകാരത്തിൽ മരിക്കുന്നില്ലെന്നും ഓരോ വണക്കവും അങ്ങ് പണിയുന്ന സഹോദരത്തിലേക്കുള്ള പാലമാണെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ചുവന്ന വസ്ത്രത്തിൽ നിന്ദിക്കപ്പെട്ടെങ്കിലും ഞങ്ങളെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റവനും മരണത്തിന്റെ വരണ്ട കിണറ്റിൽ നിന്ന് പറുദീസയുടെ കൊട്ടാരത്തിലേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സ്വപ്നം കണ്ടവനുമായ ഞങ്ങളുടെ മൂത്ത സഹോദരൻ യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 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 ഇന്നത്തെ ഈ ചിന്തകളിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ഉൽപ്പത്തി 37 ഈ സംഭവങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രചോദനമായെന്ന് ഞങ്ങൾ കരുതുന്നു. അതെ. ഞങ്ങളുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച പുതിയൊരു അധ്യായവുമായി പുതിയ ചിന്തകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പൊട്ടക്കിണറും ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള ഇടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.